മഴക്കാലത്ത് പാടശേഖരങ്ങളിൽ നിന്ന് തള്ളിവിടുന്ന ചണ്ടിയും കുളവാഴകളും വന്നടിയുന്നത് മണലൂർ പാലാഴി പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന കനോലി കനാലിനും പരിസര പ്രദേശങ്ങൾക്കും ഭീഷണിയാകുന്നു. വേലിയേറ്റ സമയങ്ങളിൽ പുഴയിൽ നിന്ന് റോഡുകളിലേക്കും വീടുകളിലേക്കും ഉപ്പുവെള്ളം കയറി പ്രദേശത്തെ കുളങ്ങളും തോടുകളും കിണറുകളും ഉപയോഗശൂന്യമാകുന്നതും പതിവാകുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പുഴയുടെ ഈ പ്രദേശം ഇപ്പോൾ കരഭൂമിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത് വർഷക്കാലങ്ങളാകുമ്പോൾ ഈ പാടശേഖരങ്ങളിൽ നിന്നുള്ള കുളവാഴകൾ തള്ളിവിട്ട് ഇവിടെ ഏറ്റത്തിന് വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കുകയാണ്. ഇത് പിന്നെ ഇറക്കത്തിന് പോകാനായിട്ടൊരു സംവിധാനം ഇല്ല ഇവിടെ. അതുകൊണ്ട് ഈ കുളവാഴ ഇവിടെ വന്ന് തടഞ്ഞു നിന്നുകൊണ്ട് ഇത് ഉപ്പുവെള്ളം വരുമ്പോൾ ഈ കുളവാഴൊക്കെ ഇവിടെ ചീഞ്ഞ് ഇവിടെ മണ്ണായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ പുഴയുടെ ഈ ഭാഗം കരഭൂമി ആയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് വിവിധ കോൾപ്പാടശേഖരങ്ങളിൽ നിന്ന് ഉൾച്ചാലുകൾ വഴി തള്ളിവിടുന്ന ചണ്ടിയും കുളവാഴയും മെയിൻ ചാലുകളിലൂടെ ഫേസ് കനാലിലെത്തി ഏനാമാക്കൽ റെഗുലേറ്റർ വഴിയാണ് കനോലി കനാലിലെത്തുന്നത്. പുഴയുടെ പല ഭാഗങ്ങളിലായി വന്നടിയുന്ന കുളവാഴയും മറ്റും ഉപ്പുവെള്ളത്തിൽ ലയിച്ച് മണ്ണാകുന്നത് മൂലം പുഴ കരഭൂമി പോലെ നികന്നു വരികയാണ്. പുഴയിലേക്ക് വൻതോതിൽ ചണ്ടിയും കുളവാഴയും വന്നടിയാതിരിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ.